അപ്പം ഞാൻ അക്കേഷ്യയുടെ പാർക്കിങ്ങിൽ വട്ടോളിനെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് സാധാരണ ഇവിടെ പാർക്കിംഗ് ഫീ ഉള്ളതാണ്. പക്ഷെ ഞായറാഴ്ചകളിൽ നമുക്ക് ഇവിടെ ഫ്രീ പാർക്കിംഗ്. ഇതാണ് പേയ്മെന്റ് ചെയ്യാനുള്ള മെഷീൻ. ഞായറാഴ്ചകളിൽ നമുക്ക് സാധാരണ ക്രിക്കറ്റ് കളി ഉള്ളതാണ്. 8:45 സമയം. ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ക്രിക്കറ്റിന്റെ. അതിൽ 8:30 എന്ന സമയം പറഞ്ഞിരുന്നു വെച്ചാൽ ഞാൻ പക്ഷെ എത്തിയപ്പോൾ ഈ പറഞ്ഞല്ലോ 8:45. ഇതാണ് ഞങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ട്. കളി 360 ഡിഗ്രിയാണ് കളിക്കണം. അതുകൊണ്ട് തന്നെ കളി നല്ല രസമാണ്. 10-12 ഓവറൊക്കെ കളിക്കാറ്. ഇത് അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ കണ്ടുവരുന്ന മറ്റൊരു സെറ്റപ്പ്. ചെറിയ പിള്ളേരോടെങ്കിൽ നല്ല പ്രായമായ ആൾക്കാർ വരെ ഇവിടെ ഓടാനായിട്ട് വരും. പിന്നെ കൂട്ടോട്ടമാണ്. ഇത് ഞങ്ങളുടെ ടാറ്റ്ഫുഡ് പാർക്കിലെ ഓപ്പൺ ജിമ്മുണ്ട്. സംഗതി 8:30 കളി തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഇതുപോലെ 9 വരെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ നിറച്ചു ആൾക്കാർ. ഇതാണ് ഞാൻ പറഞ്ഞ ഓടാനുള്ള ആൾക്കാർ. അവർ ഓട്ടം തുടങ്ങി. ഇതുപോലെ നടക്കാൻ പറ്റാത്ത പിള്ളേരൊക്കെ ട്രോളിയിൽ ചെറിയ ആൾക്കാർ ഓടണമാണ്. ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. പിന്നെ എല്ലായിടത്തും പോലെ കളിയെ കഴിഞ്ഞിട്ട് കളിയെ കുറിച്ചുള്ള വിശേഷം പറച്ചിലൊക്കെ അവസാനം പിന്നെ എല്ലാവരും കൂടി ടാറ്റയൊക്കെ പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ് പോയി. ഞാൻ ടാറ്റ പറഞ്ഞ് നേരെ പോയത് മെക്ഡിയിലോട്ടാണ്. മെക്ഡി ചെന്ന് കഴിഞ്ഞാൽ ഞാൻ സ്ഥിരം ഓർഡർ ചെയ്യണ 2 ബർഗേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ ചീസ് ബർഗറും പിന്നെ ഒന്ന് മെക്സ് സ്പൈസി. ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് രണ്ടും ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം നോക്കിയത്. നമ്മുടെ നമ്പറൊക്കെ അവിടെ കാണിച്ചു തുടങ്ങി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാധനം നമ്മുടെ കയ്യിൽ വന്നിട്ട് അതുകൊണ്ട് ഞാൻ നേരെ പുറത്തിറങ്ങി. പക്ഷെ മെക്ഡി കൊണ്ടൊന്നും നിർത്തില്ല. അവിടെ നിന്ന് നേരെ ദോശ ഹൗസിൽ പോയി. ദോശ ഹൗസിൽ പോയിട്ട് ആദ്യം ഞാൻ മസാല ദോശ പറഞ്ഞു. പക്ഷെ അത് അത്ര അങ്ങോട്ട് സുഖമില്ല. പിന്നെ എപ്പോഴത്തേം പോലെ വെറുതെ മെനു ഒക്കെ മറിച്ച് നോക്കിയിട്ട് അവസാനം ഞാൻ പൊറോട്ടയും ചിക്കൻ ടേബിളും പറഞ്ഞു. അത് ഒടുക്കത്തെ രൂപമായിരുന്നു. അവസാനം ഞാനത് അവരോട് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ നേരെ വീട്ടിൽ പോയി.